ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 16 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 17-ാമത്തെ ശ്ലോകം നോക്കാം. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രമോങ്കാരം ഋക്സാമയജുരേവ ച. അസ്യ ജഗതഃ, ഈ ജഗത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ, പിതാഹ പിതാവും, മാതാഹ മാതാവും, ധാതാഹ രക്ഷകനും, പിതാമഹ പിതാമഹനും, വേദ്യം പവിത്രം ഓങ്കാരം അറിയപ്പെടേണ്ടവയും പവിത്രമായവയും പ്രണവമന്ത്രവും, ഋക് സാമ യജുർ ഏവച, ഋക് സാമ യജുർ വേദങ്ങളും, അഹം ഞാനാകുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണിത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും ഈശ്വരൻ വസിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിങ്ങനെ ഓരോ വസ്തുക്കളും ഓരോ ഭാവങ്ങളും ഓരോ പ്രകൃതിയും ഭഗവാൻ എടുത്തു പറയുകയാണ്. അവയെല്ലാം ഞാനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇത്. ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവും മാതാവും രക്ഷകനും പിതാമഹനും ഞാനാകുന്നു. ഈ പ്രപഞ്ചത്തിൽ അറിയപ്പെടേണ്ടവ എന്തുണ്ടോ അവയും, പവിത്രമായവ ഏതൊക്കെയാണോ അവയും, പ്രണവമന്ത്രവും ഞാനാകുന്നു. അതുപോലെ തന്നെ ഋക് യജുർ സാമ അഥർവ വേദങ്ങളും ഞാൻ തന്നെയാകുന്നു. ഇതെല്ലാം ഭഗവാൻ തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. സകല ചരാചരങ്ങളും അടങ്ങിയ ഈ പ്രത്യക്ഷ പ്രപഞ്ചം മുഴുവനും താൻ തന്നെയാണ്, ഇതിലെ ഓരോ അണുവിലും താനാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. നമ്മുടെ പിതാവ്, മാതാവ്, സംരക്ഷകൻ, പിതാമഹൻ എന്നീ നിലകളിൽ പ്രത്യക്ഷപ്പെടുന്ന ജീവാത്മാക്കളെല്ലാം ഭഗവാൻ തന്നെ. അതായത് നമ്മുടെ പിതാവായി വരുന്നത്, മാതാവായി വരുന്നത്, സംരക്ഷകരായി വരുന്നത്, പിതാമഹനായി വരുന്നത്, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അവരെല്ലാം ഈശ്വരൻ തന്നെയാണ് എന്നർത്ഥം. സകല വേദങ്ങളും ഭഗവാൻ തന്നെ. വൈദിക മന്ത്രങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രണവമന്ത്രം ഓങ്കാരം, അതും ഭഗവാന്റെ തന്നെ രൂപമാണ്, നാദരൂപമാണ്. ഈ ജഗത്തിൻ്റെ മാതാവും പിതാവും ഭഗവാൻ തന്നെ. അതായത് സൃഷ്ടാവായതും ഭഗവാൻ തന്നെ, രക്ഷകനും ഭഗവാൻ തന്നെ, എല്ലാ തരത്തിലുള്ള അറിവും ഭഗവാൻ തന്നെ. പുണ്യതരമായവ, പവിത്രമായവ എല്ലാം, ഈ പ്രപഞ്ചത്തിലെ പവിത്രമായ സകല വസ്തുക്കളും ഭഗവാൻ തന്നെ. അങ്ങനെ എല്ലാം, ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും പ്രകൃതിയും ഭാവങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല തന്നെ, എല്ലാം ഈശ്വരമയമാണ്. ഈശാവാസ്യം ഇതം സർവം എന്ന് തന്നെയാണ് വീണ്ടും ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. ഇനി വീണ്ടും അത് തുടരുകയാണ്, എന്തൊക്കെയാണ് ഞാൻ എന്നുള്ളത്. അത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.